മക്കളുണ്ടായാൽ ആ മക്കൾക്ക് കൂടി ആലോചിച്ച് പടച്ചോനെ ഏറ്റവും വലിയ പ്രശ്നം പ്രയാസം മക്കൾക്ക് പേര് വെക്കലാണ്. എന്റെ വാട്സപ്പിലൊക്കെ ഇടയ്ക്ക് കാണാം 10-15 പേരുകൾ ഇങ്ങനെ ഇട്ടെന്നിട്ടുണ്ടാവും. ഉസ്താദെ എന്താ ഓരോന്നിന്റെ അർത്ഥം, ഏതാ നല്ലത്? ലോകത്തെവിടെയും കേൾക്കാത്ത പേര് എവിടുന്ന് അത് കിട്ടുന്ന അല്ലാഹു അഅലം. ആ കുട്ടിക്ക് തന്നെ ഒരു പക്ഷെ ഒന്ന് പഠിച്ചുണ്ടാക്കണമെങ്കിൽ ഓർമ്മയിൽ നിൽക്കൂല. അങ്ങനെ ഓരോന്നിങ്ങട്ട് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് എന്താണ് അതിൽ ഇത്ര വലിയ പവിത്രത അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതൊരു വലിയ സംഗതിയാണെന്നാണ് പലരുടെയും വിചാരം. നല്ല പേര് വെക്കണം, ബറക്കത്തുള്ള പേര് വെക്കണം. കുട്ടിയെ പരലോകത്തുകൂടെ ഈ ബാപ്പയിലേക്ക് ചേർത്ത് വിളിക്കാനുള്ള പേരാണ് എന്ന ഓർമ്മ ഉണ്ടാവണം. നമ്മളിൽ ഓരോരുത്തരും നാളെ മഹ്ശറയിൽ വിളിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയിലേക്ക് ചേർത്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ബാപ്പയിലേക്കും കൂടെ ചേർത്തിട്ടാണ് വിളിക്കുക. അങ്ങനെ ആദം നബി ഒഴികെ, ആദം നബിക്ക് പിന്നെ അങ്ങനെ ചേർക്കാനൊരു ബാപ്പ ഇല്ല. അപ്പൊ ആദം നബി പറഞ്ഞു, എന്നാ എന്റെ മോനിലേക്ക് ചേർത്ത് വിളിക്കണം. ഏതാ മോന്? എല്ലാം മക്കള് കുറെ ഉണ്ടല്ലോ, ഏത് മോനിലേക്ക് ചേർത്താ വിളിക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇലാഹായ റബ്ബേ, എന്റെ ആഗ്രഹം ഞാൻ തുറന്നു പറയട്ടെ, അബൂ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടലാണ് എന്റെ ആഗ്രഹമെന്ന് ആദം നബി ഇലാഹായ റബ്ബിനോട് ആവശ്യപ്പെട്ടുവെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബിയെ സ്വർഗത്തിൽ അറിയപ്പെടുന്നത് അബൂ മുഹമ്മദ്. ശ്രദ്ധിക്കണം. അപ്പൊ എന്തായാലും നാളെ മഹ്ശറയിൽ വിളിക്കാനുള്ള പേരാണല്ലോ, കുറച്ചൊക്കെ ഒരു ഹൈറും ബറക്കത്തൊക്കെ ഉള്ള ഒരർത്ഥമുള്ള നല്ല പേരിടാൻ ശ്രമിക്കുക. ഒരർത്ഥം എവിടെയും തെരഞ്ഞാൽ കാണാതെ എന്തെങ്കിലുമൊക്കെ ഉമ്മാന്റെ ബാപ്പാന്റെ പേര് നോക്കിയിട്ട് കൂട്ടിക്കെട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അർത്ഥം ചോദിച്ചാൽ അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പോലും, കാക്കൂക്കി എന്താ ഉസ്താദേ അർത്ഥം, മാമൂമി എന്താ ഉസ്താദേ അർത്ഥം, അതിന് അർത്ഥം കാണുന്നില്ല പറഞ്ഞാ അതിനൊന്നും അറിയൂല. ചിലൊരു പേര് വയ്ക്കാൻ വരും, എന്നിട്ട് പറയും ഞാൻ ഇന്നാലിന്ന മഹലിലാണ്, അവിടെ എൻ്റെ കുടുംബത്തിലൊരു ഉസ്താദുണ്ട്, മൂപ്പരോടൊരു പേര് ചോദിച്ചപ്പോ മൂപ്പരൊരു പേര് പറഞ്ഞെന്ന്, അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോ മൂപ്പരോട് ചോദിക്കാൻ വയ്യ, പിന്നെ പള്ളിത്തെ ഉസ്താദിന്റെ അടുത്ത് ചെന്നു, ഉസ്താദ് 2-3 പേര് എഴുതി തന്നു, അതും ചർച്ച ചെയ്ത് നോക്കുമ്പോ പെണ്ണുങ്ങൾക്കും ഉമ്മാക്കൊന്നും അത്ര ഇഷ്ടല്ല, അതുകൊണ്ട് നിങ്ങളൊരു പേര്. പിന്നെ ഓന് നമ്മളൊരു പേര് പറഞ്ഞു കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ ഓൻ പിന്നെ എന്ത് ചെയ്യും? വേറെ എവിടെയും പോയിട്ട് റഹ്മാനൊരു പേര് പറഞ്ഞെന്ന്, അതും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കുറച്ച് പേര് എഴുതിയിട്ട് പോരി, എന്നിട്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലാതെ എന്താ ചെയ്യാം? എന്തൊരു ഇടങ്ങാറാന്നറിയാം, പേരൊന്നും ഉറപ്പിക്കാനുള്ളൊരു ഇടങ്ങാറ്. പഠിച്ചോനെ, അള്ളാഹു പേര് കൊണ്ട്, പേരിനനുസരിച്ച് ആളുടെ സ്വഭാവത്തിൽ പോലും മാറ്റം ഉണ്ടാവും. അങ്ങനെയുണ്ട്. പേരിനനുസരിച്ച് ആളുടെ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ചിലരുടെ പേര് പെട്ടെന്നു തന്നെ മാറ്റണമെന്ന് ശക്തമായ നിർദ്ദേശം കൊടുത്തു മുഹമ്മദ് മുസ്തഫ.